ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കംഫർട്ട് വെച്ചിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുണിയിൽ മുക്കാനാണ് കംഫർട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അതല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ കംഫർട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഈ കംഫർട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ സ്റ്റൗവിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇതുപോലെ ഒരു മുടി കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സുഗന്ധമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ നമ്മൾ ഇറച്ചി, മീൻ അങ്ങനെയുള്ള സാധനങ്ങൾ, ഭക്ഷണത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് എപ്പോഴും ഉണ്ടാവില്ലേ? അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോകാനും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കിച്ചൺ മുഴുവൻ കംഫർട്ടിൻ്റെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിട്ടിരിക്കും നമ്മുടെ കിച്ചൺ എപ്പോഴും കേട്ടോ. അതുപോലെ തന്നെ ആ തിളച്ച വെള്ളം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സിങ്കിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിൽ സിങ്കിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാനായിട്ട് നല്ലൊരു ടിപ്പാണ്. അതിൻ്റെ ഹോളിൽ ആ ഡ്രെയിനേജ് ഹോളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. അത് നമ്മുടെ ആ ബ്ലോക്കിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് ആ സിങ്കിൻ്റെ ആ ഒരു ഡ്രെയിനേജിൽ നിന്ന് വരുന്ന ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാനായിട്ട് നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ കംഫർട്ട് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വാഷ് ചെയ്ത് വിടുകയാണെങ്കിൽ എപ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കും നമ്മുടെ കിച്ചൺ സിങ്ക്. അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാൻ എടുത്ത വെള്ളത്തിൻ്റെ ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട്. ഇനി ആ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ നമ്മളിത് കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട്, രാത്രി മാത്രമല്ല പകലായാലും നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും തുടച്ച് വിടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിൽ. അതുപോലെ തന്നെ ഈച്ച, ഉറുമ്പ്, പല്ലി, പാറ്റയൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും വരത്തില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഗ്യാസ് സ്റ്റൗവിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് വിട്ടാൽ മതി. ഉറുമ്പോ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വരത്തില്ല കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ പോകാനും ഉറുമ്പും ഈച്ചയൊന്നും നമ്മുടെ ഡൈനിങ് ടേബിളിൽ വരാതിരിക്കാനും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തുടച്ച് വിടുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിടക്കുകയും ചെയ്യും. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഡൈനിങ് ടേബിൾ എപ്പോഴും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കർട്ടനിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ ബെഡ്ഷീറ്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധമായിരിക്കും നമ്മുടെ വീട് മുഴുവനും. അതുപോലെ നമ്മുടെ ചവിട്ടി ഉണ്ടല്ലോ, ചവിട്ടിയിൽ ഇതുപോലെ ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1-2 ദിവസമൊക്കെ നമ്മൾ ഈ ചവിട്ടി ഇട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലൊക്കെ അതൊക്കെ പോകാനും നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈൽസ്, വാൾ ടൈലിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ ബാത്റൂമിൽ നമ്മൾ കയറുമ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ ബാത്റൂമിൽ ഈ ഒരു കംഫർട്ടിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ കുറച്ച് കംഫർട്ട് ഒഴിച്ചിട്ട് നമ്മൾ തറയൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ തറയിലുള്ള ഈച്ച, ഉറുമ്പൊക്കെ പോയി കിട്ടും. അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ തറയിൽ എപ്പോഴും. ഇനി നമുക്ക് നമ്മുടെ ക്ലോസറ്റിൽ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ആ ഒരു ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റിൽ. ഈ ടിപ്സുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.